എനിക്ക് 2 കുട്ടികളുണ്ട് അപ്പൊ. Good afternoon, ma'am. Okay, good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, എല്ലാവരും എത്തിയോ ക്ലാസ്സില്? ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ? കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ്, പർപ്പസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, മിസ് അതിന്റെ MCQ ക്ലാസ് റൂമിൽ ഇട്ടേക്കുന്നത് തെറ്റിയാ ഇട്ടേക്കുന്നത്. എന്താണ് ക്ലിയർ ആയില്ല? അതിന്റെ MCQ ക്ലാസ് റൂമിൽ ഇട്ടേക്കണത് ക്വസ്റ്റ്യൻസ് തെറ്റിയാണ് ഇട്ടേക്കുന്നത്. ട്രാൻസ്ഫർ പേഷ്യൻസിന്റെ ക്വസ്റ്റ്യൻസ് അല്ല വന്നേക്കുന്നത്. വ്യത്യാസം ഉണ്ടോ അങ്ങനെ ഇട്ടേക്കുന്നതിൽ അല്ലേ? വന്നേക്കുന്നത് വ്യത്യാസമുണ്ട്. ഓക്കെ ഓക്കെ, വേറെ ചാപ്റ്ററിലായിരിക്കും അല്ലെ? ഓക്കെ, തരാട്ടോ അതൊന്ന്. ഓക്കെ ഓക്കെ, അത് ഇൻഫോം ചെയ്യാം.
ഓക്കെ, നമ്മളെ ഓൾറെഡി നമ്മൾ ഓരോ ക്ലാസ്സിന്റെ ഇത് കൊടുത്തിട്ട് ജസ്റ്റ് അവര് നമുക്ക് ടെക്നിക്കൽ ആയിട്ടാണ്, പിന്നെ നമുക്ക് വേറെ ടീമാണ് ചെയ്തു തരുന്നത്. ഓക്കെ, അത് നോക്കാട്ടോ, അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, നമ്മളിന്ന് പുതിയ ചാപ്റ്ററാണ് തുടങ്ങുന്നത്. ചാപ്റ്റർ 9 ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത് നമ്മള് എന്താ പറയാ, ഒരു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിൽ നിന്നും അല്ലെങ്കിൽ ഐസിയിൽ നിന്നൊക്കെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, അങ്ങനത്തെ ഒരു എളുപ്പമുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാകും കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്ലാസ് എടുക്കും, മറ്റത് എന്താണ് ഓരോരുത്തരെ കൊണ്ട് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും, നിങ്ങൾ തന്നെ മീനിങ് പറയണം. ഓക്കെ, മാത്രമല്ല ഒരു ഇന്ററാക്ഷൻ കിട്ടുള്ളൂ നമുക്ക് ഡെയിലി. ഓക്കെ, അപ്പോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. IPD, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് IPD. ഫുൾ ഫോമുകൾ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാട്ടോ. Indoor patient department mention the areas of the hospital where patients are accommodated after being admitted based on doctor's specialist assessment from the outpatient department, emergency services and ambulatory care. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഇൻഡോർ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ളത്, നമ്മൾ പറഞ്ഞില്ലേ ഔട്ടർ ഇന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു സെയിം മീനിങ് ഒക്കെ തന്നെയാണ് വരുക. അതായത് ഇൻഡോർ എന്നുള്ളത് അഡ്മിറ്റഡ് ആവുന്ന ഒരു പേഷ്യൻസിന് തന്നെയാണ് ഇൻഡോർ ഉള്ളിലുള്ള ആ പേഷ്യൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി അവര് എങ്ങനെയൊക്കെയാണ് അഡ്മിറ്റഡ് ആവുന്നത്? ബേസ്ഡ് ഓൺ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളുടെ അസസ്മെന്റുകൾ വഴി, അല്ലെ, അവരുടെ ഡോക്ടേഴ്സിന്റെ വിലയിരുത്തലുകൾ വഴി. ഫ്രം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു പേഷ്യന്റ് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു പനിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ചെയ്യുന്നു, അപ്പൊ ഡോക്ടർ നോക്കി അല്ലെങ്കിൽ ഒരു 3 ഡേയ്സിനുള്ള മെഡിസിൻ കൊടുത്തു വിട്ടു, എന്നിട്ട് ഒരു 3 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്നിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറയും. ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് പനി കുറവില്ല, അല്ലെങ്കിൽ 3 ദിവസം മരുന്ന് കഴിച്ചിട്ടും കുറവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അഡ്മിറ്റ് ആക്കാമെന്ന് പറയും, അല്ലെ. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നത് അഡ്മിറ്റ് ആകുന്നതും എമർജൻസി സർവീസസ്, അല്ലെ, എമർജൻസി സർവീസസ് ആൻഡ് ആംബുലേറ്ററി കെയർ. ആംബുലേറ്ററി കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ എന്തെങ്കിലും ഇൻ കേസ് പെട്ടെന്നുള്ള സംഭവങ്ങൾ മൂലമൊക്കെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിട്ട് അർജന്റ് ആയിട്ട് അഡ്മിറ്റ് ഒക്കെ ചെയ്യില്ലേ, ആ ഒരു അപ്പൊ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഇല്ലേ എമർജൻസിയിലൊക്കെ. ഇപ്പൊ ആക്സിഡന്റ് കേസുകളൊക്കെ വരുമ്പോ തന്നെ എന്താണ് പെട്ടെന്ന് ചിലപ്പോൾ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അഡ്മിറ്റഡ് ആകും, പെട്ടെന്ന് ചികിത്സ കഴിഞ്ഞിട്ട് പോകാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഡോർ പേഷ്യന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, അതായത് അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. And IPD എന്ന് വെച്ചാൽ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, and IPD is a part of healthcare facility or hospital where patients are admitted for over 24 hours, and IPD of the hospital is generally equipped with beds, medical equipments and 24/7 availability of doctors and nurses. അപ്പോ ഒരു IPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ മോസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് ഈ ഇൻഡോർ സെക്ഷൻ, അതായത് അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അവിടെ അഡ്മിറ്റഡ് ഫോർ ഓവർ 24 അവേഴ്സിലായാലും അത് അഡ്മിറ്റഡ് ആക്കും, അല്ലെ, അഡ്മിറ്റ് ചെയ്യും. ഇനി അവിടെ എന്തൊക്കെ ഉണ്ടാവാം, എക്യുപ്മെന്റ്സ് ഉണ്ടാവാം ധാരാളം, അല്ലെ. അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം റൂംസിൽ ചിലപ്പോ വാർഡിലൊക്കെ ആയിരിക്കും നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. അവിടെ എന്തൊക്കെയുണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടാവാം, ബെഡ്സ് ഉണ്ടാവാം, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇനി അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് 24 അവേഴ്സിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, നേഴ്സും അവൈലബിലിറ്റി ആണ്. അതായത് നമ്മള് ഡ്യൂട്ടി ഡോക്ടറൊക്കെ ഉണ്ടാവില്ലേ നൈറ്റിലൊക്കെ, നമ്മള് അഡ്മിറ്റ് ആവുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മള് എന്ത് ചെയ്യാ, ഡ്യൂട്ടി ഡോക്ടർ ആയിരിക്കും ഓടി വരിക, അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു എന്താണ് ആ ഒരു അവൈലബിലിറ്റി അവിടെ ഉണ്ട്. ഇനി ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ വിൽ റിലേ ഓൺ സെവറിറ്റി ഓഫ് ദി പേഷ്യന്റ് ഇൽനസ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പോ എല്ലാ പേഷ്യന്റിനെയും ഇത്ര ഡേയ്സ് തന്നെ അഡ്മിറ്റ് ആക്കണം എന്നൊന്നുമില്ല, അല്ലെ. ഓരോ പേഷ്യന്റിന്റെ ഇൽനസിന്റെ അവരുടെ എന്താ രോഗത്തിന്റെ അവസ്ഥയെ ഇതാക്കിക്കൊണ്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ചില പേഷ്യൻസിന് 5 ഡേയ്സ് ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് പൂർണ്ണമായിട്ടും ഭേദമാകാം, അല്ലെ. അപ്പൊ അവരൊരു 5 ഡേയ്സ് അഡ്മിറ്റ് ആക്കും, അല്ലെ. ചില പേഷ്യന്റിന്റെ ചില സിറ്റുവേഷനിൽ അവർക്കൊരു 7 ഡേയ്സ് അല്ലെങ്കിൽ കൂടുതൽ കുറച്ചും കൂടി ട്രീറ്റ്മെന്റ് ആവശ്യമാണ് എന്നുള്ളൊരു ആ ഒരു അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു 10 ഡേയ്സോ അല്ലെങ്കിൽ ഒരു അതിൽ കൂടുതൽ ഡേയ്സ് ഒക്കെ അഡ്മിറ്റ് ചെയ്യാം, അല്ലെ. അപ്പൊ എന്താണത്, പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ഡ്യൂറേഷൻ പറയുക.
ഓക്കെ. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് അഡ്മിഷൻ? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എന്താണ് അഡ്മിഷൻ, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുക എന്നാണ് പറയുക. It means allowing a client to stay in the hospital for observation, investigation and treatment of diseases he is suffering from. അതായത് എന്താണ്, ഒരു ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, പേഷ്യൻസിന്റെ തന്നെ ഒരു ക്ലയന്റിനെ എന്തിനു വേണ്ടി സ്റ്റേ ചെയ്യുന്നു? ഒബ്സർവേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, നിരീക്ഷണത്തിനും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനും അന്വേഷണത്തിനും ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ്, അയാൾ അനുഭവിക്കുന്ന ആ ഒരു രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയും ആശുപത്രിയിൽ തുടരാനായിട്ട് ആ ഒരു പേഷ്യന്റിനെ അല്ലെങ്കിൽ ആ ഒരു ക്ലയന്റിനെ അനുവദിക്കുക എന്നതാണ് അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് അഡ്മിഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. വെറുതെ ഒരു വ്യക്തിനെ അഡ്മിറ്റ് ചെയ്യില്ലല്ലോ. അവർക്ക് ട്രീറ്റ്മെന്റ്, ഇത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ മാത്രം ആളുടെ രോഗം ഭേദമാവുകയുള്ളൂ എന്നൊരു അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അഡ്മിറ്റ് ചെയ്യുക. സെയിം ആ ഒരു കാര്യം തന്നെയാണ് അഡ്മിഷൻ എന്താണെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. നമ്മൾ പറഞ്ഞു അല്ലെ, ഓരോ കാര്യങ്ങൾക്കും ഉദ്ദേശം ഉണ്ടാവില്ല. എന്തെങ്കിലും ഉദ്ദേശം നമ്മൾ പറഞ്ഞു. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് ഉദ്ദേശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഗുഡ് ഫെസിലിറ്റി കിട്ടാൻ, അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് കെയർ കിട്ടുന്നതിന് വേണ്ടി. അപ്പോ ഓരോ പ്രൊസീജിയർ ചെയ്യുമ്പോഴും അതിനെന്താണോ അതിനൊരു ഉദ്ദേശം മുന്നിൽ കണ്ടിട്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യുക. ഓക്കെ, സെയിം വേ അതുപോലെ തന്നെ പർപ്പസ് ഓഫ് ഈ അഡ്മിറ്റ് ചെയ്യുന്നതിനും ഉദ്ദേശങ്ങളുണ്ട് അല്ലെ. മെയിൻ ആയിട്ട് എന്തായിരിക്കും അല്ലെ, കൂടുതൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കിട്ടാനും അല്ലെങ്കിൽ ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും അഡ്മിറ്റ് ചെയ്യുക അല്ലെ. അപ്പോ ഇനി എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് അഡ്മിഷന്റെ പർപ്പസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി പോയിന്റ്സ് ആണ്. ഫസ്റ്റ് 3 പോയിന്റ് ഒരാളൊന്ന് വായിക്കാമോ? To provide immediate care. To provide immediate care. To provide immediate care. Okay, second point വായിച്ചോ. 3 പോയിന്റ് വായിക്കട്ടെ. To provide comfort and Provide safety to the comfort and patient. safety to the patient. മൂന്നാമത്തെ പോയിന്റ്, To receive the patient inward for admission as per his condition. ഓക്കെ. അപ്പൊ ഫസ്റ്റത്തെ 3 പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ. എന്താണ് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വായിച്ച പറഞ്ഞു. പേഷ്യന് ഇമ്മീഡിയറ്റ് പ്രോപ്പർ കെയർ കൊടുക്കുക. കെയർ കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് പോയിന്റിൽ എന്താണ് പറയുന്നത്? ടു പ്രൊവൈഡ് ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദ പേഷ്യന്റ്. പേഷ്യന്റിനെ കംഫർട്ടായിട്ടും സേഫ്റ്റി ആയിട്ടും കൊണ്ടുപോകുക. എവിടെയും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവുക. ഓക്കെ, ക്ലിയർ ആയിട്ട് അവരെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറയുക? റിസീവ് ദ പേഷ്യന്റ് ഇൻവാർഡ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ. ഒരു പേഷ്യന്റിനെ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാളുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ ശ്രദ്ധിക്കുക. അതായത് റിസീവ് ചെയ്യുമ്പോൾ ആ പേഷ്യൻസിന്റെ വാർഡിലോട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അപ്പൊ അതെല്ലാം ക്ലിയർ ആയിട്ടുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഒരു അസസ്മെന്റ് ചെയ്യുക പേഷ്യൻസിന്. ഓക്കെ, 3 പോയിന്റ് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ഒരു 4 പോയിന്റ്സ് കൂടി ഉണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഒരു 2 പോയിന്റ് അടുത്ത ആളൊന്ന് വായിക്കാമോ? അടുത്ത ആൾ കേട്ടോ. Ready for any emergency. ഓക്കെ, വായിച്ചോ. To obtain information about the client so as to establish therapeutic nurse-patient relationship. ഇല്ല, അതിനുമ്പ് ഒരു പോയിന്റ് ഉണ്ട്. ഒരു To പോയിന്റ്. be ready for any emergency. ഓക്കെ ഓക്കെ, ഒരാൾ വായിക്കുമ്പോഴേ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, വായിച്ചാൽ അതിന് വായിച്ചോട്ടോ. 3ാമത്തെ പോയിന്റ് വിട്ടുപോയി. അല്ല, To സോറി. be ready for any emergency. ഓക്കെ ഓക്കെ, എന്റെ മീനിങ് പറഞ്ഞോളൂ. To obtain information about the client so as to establish therapeutic nurse-patient relationship. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ് അർത്ഥമാക്കുക? ടു ബി റെഡി ഫോർ ആൻ എമർജൻസി. പറഞ്ഞോളൂ. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി പേഷ്യന്റിനെ റെഡിയാക്കി നിർത്തണം. എമർജൻസി കേസുകളിൽ അതുമായിട്ട് എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അത്തരത്തിൽ റെഡിയാക്കുക. ഓക്കെ, 4th പോയിന്റ് obtain to obtain information അല്ലെ. എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങള് എന്ത് ചെയ്യുക? ഒരു തെറാപ്റ്റിക് നഴ്സ് ഉദ്ദേശിക്കുന്നത് നഴ്സും പേഷ്യന്റും തമ്മിലുള്ള ഒരു റിലേഷൻ, അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ചികിത്സാപരം, തെറാപ്റ്റിക് ഉദ്ദേശിച്ചത് ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. ചികിത്സാപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ലേ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോ ഈ നഴ്സും പേഷ്യന്റും തമ്മിൽ ആ ചികിത്സാപരമായ കാര്യങ്ങളിൽ ഒരു
എന്താണ് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള നല്ലൊരു റിലേഷൻ നിലനിർത്തുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരാള് അടുത്ത 2 പോയിന്റ്സ് ഒന്ന് വായിച്ചേ. To involve വായിച്ചോ. patient and family in കെയർ. ഓക്കെ, to assist patient and family in care. ഓക്കെ, എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? സിമ്പിൾ അല്ലേ, പറഞ്ഞോളൂ. അവരുടെ പേഷ്യന്റിനെയും ഫാമിലിനെയും ഉൾപ്പെടുത്തിയിട്ട് ആ കെയറിൽ ഉൾപ്പെടുത്തുക, കെയറിങ് കൊടുക്കുക. അസിസ്റ്റ്. പിന്നെ അവര് പേഷ്യന്റിനെയും ഫാമിലിനെയും അസിസ്റ്റ് ചെയ്യുക, കെയർ ചെയ്യുന്ന സമയത്ത് അവരെ അസിസ്റ്റ് ചെയ്യുക. രോഗി പരിചരണത്തിൽ എന്ത് ചെയ്യുക? ആ രോഗിയെയും കുടുംബത്തെയും സഹായിക്കാനായിട്ട് അവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഫാമിലിയെ കൂടി ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോ തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, പക്ഷെ എന്താണോ നിങ്ങൾക്ക് മനസ്സിലായത് അതൊന്ന് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾക്കൊരു ഇന്ററാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ചിലപ്പോൾ ബോറായിട്ട് തോന്നും അല്ലെ? അപ്പൊ ഇങ്ങനെ പറയുമ്പോ കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, ഇനി നമ്മള് നെക്സ്റ്റ്, അപ്പൊ നമ്മള് പർപ്പസ് പറഞ്ഞായിരുന്നു കേട്ടോ. ഇനി നമ്മള് നെക്സ്റ്റ് നോക്കുന്നത് ടൈപ്സ് ഓഫ് അഡ്മിഷൻ. എത്ര ടൈപ്സ് ഉള്ള അഡ്മിഷൻസ്, എത്ര ടൈപ്സ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് 2 ടൈപ്സ് ഓഫ് അഡ്മിഷൻ ആണ് ഉള്ളത്. സിമ്പിൾ ആണ്, നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് എന്താ പറയാ വായിക്കുമ്പോ തന്നെ മനസ്സിലാവുന്ന ഒരു അത്തരത്തിലുള്ള ഈ ചാപ്റ്റർ കേട്ടോ. എമർജൻസി അഡ്മിഷൻ ആൻഡ് റൂട്ടീൻ അഡ്മിഷൻ. മെയിൻ ആയിട്ട് 2 അഡ്മിഷൻ ആണ്, എമർജൻസി ആൻഡ് റൂട്ടീൻ അഡ്മിഷൻ. ഓക്കെ, എമർജൻസി അഡ്മിഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരാളെ എമർജൻസി അഡ്മിഷൻ വായിച്ചോളൂ. Emergency admission. Clients are admitted with acute condition requiring immediate treatment. Example, client with heart attack, accident, poisoning, etc. പോയിസണിങ് എക്സെട്ര. ഓക്കെ, എന്താണ് മനസ്സിലായത്? എളുപ്പമല്ലേ? ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ടൈപ്പ് അഡ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എമർജൻസി കേസിലുള്ള എന്തെങ്കിലും ആക്സിഡന്റോ അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ഉള്ള കേസിൽ എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണിത്. ഓക്കെ, അല്ലെ, നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. എമർജൻസി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പെട്ടെന്നുള്ള സിറ്റുവേഷനിൽ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന അങ്ങനെയുള്ള ഇഷ്യൂസ് ആയിരിക്കും അല്ലെ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലയന്റ് വിത്ത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ആക്സിഡന്റ് കേസസ്, പോയിസണിങ്, ഇപ്പൊ വിഷം കഴിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളതില്ല. ഇപ്പൊ ഫുഡ് പോയിസൺ കൂടാതെ തന്നെ ചിലപ്പോ സൂയിസൈഡിന്റെ അറ്റംപ്റ്റ്, വിഷം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ പേഷ്യന്റിന് ചിലപ്പോൾ ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഇപ്പൊ എമർജൻസി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഈ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഓർത്ത് വെക്കാം. ചിലപ്പോ ഇങ്ങനെ ഒരു ക്ലയന്റ് വിത്ത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ആക്സിഡന്റ്, പോയിസണിങ് അല്ലെ, ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് അഡ്മിഷൻ ക്വസ്റ്റ്യൻ വരാം അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്ന എക്സാമ്പിൾ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആ എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക, കാരണം ക്വസ്റ്റ്യൻസ് ആ വഴിയും നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ എമർജൻസി അഡ്മിഷൻ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ സെക്കൻഡ് പറയുന്നത് റൊട്ടീൻ അഡ്മിഷൻ. എന്താണ് റൊട്ടീൻ അഡ്മിഷൻ നോക്കാം കേട്ടോ. ക്ലയന്റ്സ് ആർ അഡ്മിറ്റഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്ലാൻഡ് ട്രീറ്റ്മെന്റ് ആൻഡ് സർജറീസ് അല്ലെ. ഇപ്പൊ എമർജൻസി നമ്മൾ പറഞ്ഞു പെട്ടെന്ന് ഒരു വന്ന് സംഭവിക്കുന്ന കാര്യമാണ് അല്ലെ. ഒരു പ്ലാൻഡ് ആയിട്ട് ഒരു വന്ന് ഡോക്ടറെ കാണുകയോ അങ്ങനെ വരുന്ന കേസസ് അല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ആളെ കൊണ്ടുവരുന്നു, അഡ്മിറ്റ് ആക്കുന്നു. ആ ഒരു കേസസ് ആണ് എമർജൻസി എന്ന് പറയുക. നേരെ മറിച്ച് റൊട്ടീൻ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ക്ലയന്റ്സ് ആർ അഡ്മിറ്റഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്ലാൻഡ്. ഇവിടെ പ്ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ ചില സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സർജറി കഴിഞ്ഞപ്പോ തന്നെ നമ്മളെ വീട്ടിലേക്ക് വിടാറുണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന്? ഇല്ല. നമ്മൾ ഇത്ര ദിവസം അല്ലെങ്കിൽ ഒരു 5 days ഒക്കെ, ഒരു മിനിമം 5 days എങ്കിലും കിടന്ന് അതിന്റെ ബാക്കി കണ്ടിന്യൂ ട്രീറ്റ്മെന്റിന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്മിറ്റ് ഡിസ്ചാർജ് ചെയ്യുള്ളൂ അല്ലെ. അപ്പോ അങ്ങനെ വരുന്ന സർജറി കേസസ്, അങ്ങനെയുള്ള കേസസ്. പിന്നെ അത് കൂടാതെ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നതേ നമ്മളൊരു പേഷ്യന്റ് എന്താ ഹോസ്പിറ്റലിൽ ചെയ്യുന്നു, ഇപ്പൊ ഒരു പനി, ചുമ അങ്ങനെ എന്തെങ്കിലും ചെറിയ അസുഖമായിട്ട് ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ചിലപ്പോൾ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു, 3 days അല്ലെങ്കിൽ 5 days മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തി. എന്നിട്ട് പറയണം ഈ 3 days മരുന്ന് കഴിയുമ്പോ ഒന്നുകൂടി ഡോക്ടറെ കാണാൻ വരിക, ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറയാറുണ്ട് ഇല്ലേ. അങ്ങനെ വരുന്ന കേസസ് ആണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്ലാൻഡ് ട്രീറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക.
ക്ലിയർ ആയല്ലോ? ഇതാണ് റൂട്ടീൻ അഡ്മിഷൻ എന്ന് പറയുക. എമർജൻസി എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കലി നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വരുന്ന കേസസ് ആണ് അല്ലെ? പെട്ടെന്നൊരു അസുഖം, എന്തെങ്കിലും പെട്ടെന്നുള്ള ഇൻസിഡന്റ് ആണത്. പക്ഷെ റൊട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഓൾറെഡി ഇത്ര ഡേയ്സ് അഡ്മിറ്റ് ആകണം എന്ന് നമുക്കറിയാം അല്ലെ? അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയും ഇത്ര ദിവസം അഡ്മിറ്റ് ആയതിനു ശേഷം മാത്രമേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ അല്ലെ? അങ്ങനെയുള്ള കേസസ് ഒക്കെയാണ് റൊട്ടീൻ അഡ്മിഷനിൽ വരുന്നത്. എക്സാമ്പിൾസ് നോക്കി, ക്ലൈന്റ് വിത്ത് ഹൈപ്പർ ടെൻഷൻ അല്ലെ? ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബി പി ഒക്കെ ഉള്ള കൂടുതല്, പിന്നെ എന്താണ് ഡയബറ്റീസ്, ഷുഗർ, അങ്ങനെയുള്ള പേഷ്യൻസുകൾ അല്ലെ? പിന്നെ പറയുന്നത് ഏതാ, ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ, അതായത് വിട്ടുമാറാത്ത ചുമയില്ലേ, അതായത് സാധാ ഒരു ചുമയില ഭയങ്കര കഫക്കെട്ടോട് കൂടിയുള്ള ആ ചുമ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് ഒരു 3 മാസമോ 4 മാസത്തോളം ചിലപ്പോ എന്താ പറയാ അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ചുമ, പിന്നെ അത് ശ്വാസം മുട്ടലായിട്ട് മാറാം. അങ്ങനെയുള്ളൊരു ആ ഒരു സെക്ഷനിലോട്ട് പോകുന്നതിനാണ് ഈ ബ്രോങ്കൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ എമർജൻസി ആണ് റൊട്ടീൻ അഡ്മിഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുക അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. OPD മീൻസ് എന്താണ്? ഔട്ട്ഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻഡോർ ഏതായിരുന്നു? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോ അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. OPD എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എന്താണ് ഔട്ട്ഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇൻഡോർ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഇൻഡോർ? നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഡോക്ടറിന്റെ സഹായത്തോടു കൂടി ചിലപ്പോ ഔട്ട്ഡോർ പേഷ്യന്റിനെ ഇൻഡോറിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ എന്ത് പറഞ്ഞു, എമർജൻസി കേസസ് ഇത് വരിക, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തിൽ മാറ്റുക, അതൊക്കെയാണ് ഇൻഡോർ എന്ന് ഉദ്ദേശിക്കുക. അതുപോലെ സെയിം ഇതുപോലെ OPD എന്തായിരിക്കും? അപ്പൊ OPD ആർക്കെങ്കിലും ഒന്ന് പറയാമോ? OPD എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്ഡോർ പേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുക? ഡെയിലി ബേസിസിൽ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് കൺസൾട്ടേഷന് മാത്രമായിട്ട് വരുന്ന പേഷ്യൻസ് ആണ് OPD-യിൽ വരുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെയും പറയാം. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ തന്നെ, ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതെ ഇപ്പൊ മരുന്ന് ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്ന, അതായത് ഹോസ്പിറ്റലിൽ അവർ ഓൾറെഡി അഡ്മിറ്റ് ആകുന്നില്ല, ഡോക്ടറെ കണ്ട് വന്ന് മെഡിസിൻ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ, അതായത് ക്രിട്ടിക്കൽ ആയിട്ടൊന്നല്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? OPD അല്ലെങ്കിൽ ഔട്ട്ഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ OPD IPD ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ആ ഫുൾ ഫോം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ഓക്കെ, അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ഇനി അവിടത്തെ എങ്ങനെയാണ് ഈ OPD-യിലെ അഡ്മിഷൻ പ്രൊസീജിയർ എന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരാളൊന്ന് വായിക്കോ? ഇതുവരെ വായിക്കാത്തവര് വായിക്കണേ, എല്ലാവർക്കും നമുക്ക് വായിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഓരോരുത്തരായിട്ട് വായിക്കാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇതുവരെ വായിക്കാത്ത ഒരാൾ വായിച്ചേ. Miss, I will do. Receiving the patient. The personnel in admitting department should greet and make the patient feel comfortable. In emergency condition, no time should be wasted to start the treatment. The manner in which doctor or nurse receives the client is most the important aspect of reception in case of emergency. ഓക്കെ, എന്താണ് ഇവിടെ അർത്ഥമാക്കുക? എന്താണെന്ന് പറയാമോ? ട്രൈ ചെയ്തോളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. പറഞ്ഞോളൂ. വായിച്ചത് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയത് പറഞ്ഞോ. ഒരു പേഷ്യന്റിന് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ളത് ആ ഡിപ്പാർട്ട്മെന്റിൽ കൺസൾട്ടേഷന് എത്തുന്നതിനാണ് അതായത് പേഷ്യന്റിന് ഫീൽ അവർക്ക് ഒരു കംഫർട്ടബിൾ ആകുന്ന ഒരു രീതിയിൽ അവർക്ക് എന്ത് ചെയ്യുക, ആ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? കണ്ടീഷനില് നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ആവാണ്ട് പാടില്ല, പെട്ടെന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡോക്ടേഴ്സിന്റെ നഴ്സസിന്റെ ഒക്കെ കെയർ, അതായത് എമർജൻസി കേസസിൽ നമ്മൾ പറഞ്ഞില്ലേ, ശരിയായിട്ട് പറഞ്ഞത്. അതായത് എമർജൻസി കേസസിൽ നമുക്കറിയാം ഒരു തരത്തിലും ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ തന്നെ നമുക്ക് സഡൻലി ട്രീറ്റ്മെന്റ് ആരംഭിക്കണം. എന്നാൽ മാത്രമേ ആ പേഷ്യന്റിനെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ എമർജൻസി കേസസ് വരുമ്പോ എന്താ, ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? പിന്നെ എന്താണ്, ഡോക്ടർ ഓഫ് നേഴ്സ് റിസീവ് ദ ക്ലയന്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഈ ഒരു രോഗിയെ അല്ലെങ്കിൽ ഈ ഒരു പേഷ്യന്റിനെ റിസീവ് ചെയ്യുക എന്നുള്ളത്
ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് നമ്മളുടെ ഹോസ്പിറ്റൽ സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എമർജൻസി സെക്ഷനിൽ വരുന്ന പേഷ്യന്റിന് കൂടുതലായിട്ടും ടൈം ഒന്നും കളയാണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ചികിത്സ ഉറപ്പാക്കി കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അടുത്ത പോയിന്റ് ഒന്ന് വായിക്കാമോ? സെക്കൻഡ് പോയിന്റ്, recording of social data. Recording of social data. ഓക്കെ, വായിച്ചോ. Clerk in record section records data essential for identification of client. Social data, name, age, sex, education, address, occupation, religion, income, marital status, telephone number, etc. ഓക്കെ, എന്താണ് എളുപ്പമല്ലേ? പറഞ്ഞോളൂ. ക്ലയന്റിനെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള ഡാറ്റകൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. നമ്മള് കമ്പ്യൂട്ടറിലൊക്കെ സിസ്റ്റത്തില് എഡ്യൂക്കേഷൻ, അഡ്രസ്, ഓക്യുപ്പേഷൻ. അതായത് ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഡാറ്റയിൽ ഉൾക്കൊണ്ടിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോ അഡ്മിഷൻ പ്രൊസീജിയറിൽ 2 ടൈപ്പുള്ള പ്രൊസീജിയർ ആണ് വരുന്നത്. റിസീവിംഗ് ദ പേഷ്യന്റിൽ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യാ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളത് കൊടുക്കുക. എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോൾ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുക, ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റയിൽ നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയായിരുന്നു, നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, ഓക്യുപ്പേഷൻ, റിലീജിയസ്, ഇൻകം, അല്ലെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ്, ടെലിഫോൺ നമ്പർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഡാറ്റയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? എളുപ്പമാണ്. നമ്മൾ കൂടുതലും വിശദീകരിക്കാനൊന്നും ഇല്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. ഈ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അവരല്ലേ രോഗികളുടെ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതും നിശ്ചയിക്കേണ്ടത് അല്ലെ? അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളും നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോ എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരാളൊന്ന് വായിക്കാമോ? ഫസ്റ്റത്തെ 3 പോയിന്റ് ഒന്ന് വായിക്കണേ. Gathering patient information, preparing medical record, preparing patient identification and ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഗ്യാദർ പേഷ്യന്റ് ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പോ അതായത് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ എന്താ സൂക്ഷിക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏജ്, സെക്സ്, അഡ്രസ്, മൊബൈൽ നമ്പർ എക്സെട്ര, ഒരു പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യുക, അവരുടെ ഉത്തരവാദിത്തം അതൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ് മീൻസ് അവരുടെ ഒരു ഇപ്പോ എത്രത്തോളം ട്രീറ്റ്മെന്റുകൾ ചെയ്തു ആ റെക്കോർഡ്സുകളും എല്ലാം കീപ്പ് ചെയ്യുക. പിന്നെ പറഞ്ഞു പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. ഈ ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ആരെങ്കിലും ഒന്ന് പറയാമോ, അറിയാവുന്നവര്? അതെ അതെ, അത് തന്നെ. ഓക്കെ, അതായത് നമ്മള് കയ്യില് ഇതുപോലെ ഒരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു അത്തരത്തില് ഒരു ടാഗ് പോലെ കയ്യിൽ കിട്ടും. അതായത് നമ്മളുടെ രോഗിയുടെ പേര് എന്താ, നമ്മൾ ചിലപ്പോ അഡ്മിറ്റഡ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു ടാഗ് പോലെ കയ്യില് ബ്രേസ്ലെറ്റിന്റെ ആ ഒരു ഇതില് മോഡലിൽ ചെയ്ത് നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തു തരും അല്ലെ? അപ്പൊ അതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? എല്ലാവർക്കും അറിയാലോ? ഇനിയിപ്പോ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിലേ, യുവാക്കളില്ലേ ഡെലിവറി കഴിയുമ്പോ കുഞ്ഞുങ്ങളുടെ കയ്യില് ബേബി ഓഫ് എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ എഴുതിയിടാറില്ലേ? അമ്മയുടെ പേരും കുഞ്ഞിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ജനിച്ച സമയം ഇതൊക്കെ അതിനകത്ത് ഉണ്ടാവും. ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഈ ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് എന്നും ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു 4 കൂടി ഉണ്ട്. ഓക്കെ, വായിച്ചോ. കൺസെന്റ് ഫോം സൈൻഡ്, അതായത് സമ്മതപത്രം, പേഷ്യന്റ് സമ്മതപത്രങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇനിഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻഡ്. അതെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ ഉദ്ദേശിക്കുന്നത്? അവരുടെ പ്രാഥമികമായിട്ടുള്ള ഓർഡേഴ്സ്, ഡോക്ടേഴ്സിന്റെ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ, ഇനിഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻഡ്. അടുത്തത് ഇൻഫോം ടു ഫ്ലോർ വാർഡ് നഴ്സ്. അതായത് ഇപ്പൊ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ
പേഷ്യന്റിന്റെ വാർഡിലോട്ടാണ് അഡ്മിറ്റ് ചെയ്തെങ്കിൽ ആ വാർഡിലുള്ള നഴ്സിനെ ഇൻഫോം ചെയ്യണമല്ലോ. അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ആക്കോളൂ. ഇൻചാർജ് നഴ്സിന് പറഞ്ഞു വായിച്ചു. issue the visitors pass at the time of admission. പാസ് കൊടുക്കണം, വിസിറ്റേഴ്സ് പാസ്. എപ്പോഴും ഒരു പേഷ്യന്റിനെ നമുക്ക് ഇഷ്ടമുള്ളപ്പോ പോയി കാണാൻ പറ്റുമോ? രാത്രി ഒരു 10 മണിക്ക് ശേഷമോ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിന് ഒരിക്കലും പോയി കാണാനായിട്ട് ഒരു ഹോസ്പിറ്റലും അനുവദിക്കില്ല. അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയാ വിസിറ്റേഴ്സ് ടൈം ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാസ് ഒക്കെ ഉണ്ട്. അതെന്തെങ്കിലും മാത്രമേ ഈ പറഞ്ഞ രോഗിയെ നമുക്ക് പോയി കാണാനൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ അതൊക്കെ അറേഞ്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ഒരാളൊന്ന് വായിക്കാമോ? ഒത്തിരി വലിയ പോയിന്റ് ആണ്, അതാണ് നെക്സ്റ്റ് ഒരാളെ കൊണ്ട് വായിപ്പിക്കുന്നത്. ഓക്കെ, ഇനി വായിക്കാത്തത് ആരാ? വേഗം വേഗം വായിക്കൂ. Minimum deposit amount is advised by the admission desk staff to be deposited at the account's cash counter. They will also draw out an estimate and guide you for selecting the relevant category of room. This amount varies depending upon the area ward in which patient is being admitted. The advance shall be adjusted against the final bill at the time of discharge. Those seeking the cashless route would have to visit the insurance desk, TPA desk for the hospitalization of the patient. Okay, ഇവിടെ നമ്മൾ പറയുന്നതേ നിങ്ങൾക്ക് ചിലവർക്ക് അറിയാനൊക്കെ പറ്റും. അതായത് ഇവിടെ പറയുന്നത് ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കാം. അതായത് നമ്മളിപ്പോൾ ഇപ്പൊ നമ്മള് കോളേജിലും അവിടെയൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ഒരു കോഷ്യൻ ഡെപ്പോസിറ്റ് പോലെ ഒരു എമൗണ്ട് ഒരു നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് വാങ്ങിക്കും അല്ലെ. ചിലപ്പോ നമ്മൾ ആ ഒരു കോഴ്സ് കഴിയുമ്പോൾ അത് തിരിച്ച് നമുക്ക് തിരികെ തരും അല്ലെ. കോഷ്യൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരികെ തരാനുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നത്. സെയിം വേ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുമ്പോൾ ചിലപ്പോ ഒരു കോഷ്യൻ ഡെപ്പോസിറ്റ് എന്നുള്ളൊരു പേരില് നമുക്ക് എന്ത് ചെയ്യണം? ചിലപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു 1000 രൂപ, ഒരു 1000 രൂപ കോഷ്യൻ ഡെപ്പോസിറ്റില് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നമ്മൾ അടയ്ക്കണം അഡ്മിഷൻ ടൈമില്. ഓക്കെ, ദെൻ നമ്മൾ അഡ്മിറ്റഡ് ആയി നമ്മളൊരു 5 days അവിടെ അഡ്മിറ്റഡ് ആയി ഹോസ്പിറ്റലില്. അതിനുശേഷം നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു ഡിസ്ചാർജ് ആയി നമ്മള്. അപ്പോ ഡിസ്ചാർജ് ആവുമ്പോൾ നമ്മൾക്ക് ഈ ബില്ല് തരുമ്പോ ബില്ലില് പല ഡീറ്റെയിൽ ആയിട്ട് ബില്ല് ഉണ്ടാവും അല്ലെ. അതായത് റൂമിന്റെ ഓരോ ദിവസത്തെ റെന്റ് ഉണ്ടാവും, പിന്നെ എന്താ ഓരോ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ അതിന്റെ ഇടയില് ഇപ്പോ എന്താ പറയാ ഇപ്പൊ നെബുലൈസേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അതിന്റെ ഒരു ചാർജ് ഉണ്ടാവും. ഒരു നെബുലൈസേഷൻ അല്ലെങ്കിൽ ഇത്ര മെഡിസിന്റെ ചാർജ് ഉണ്ടാവും, ഇഞ്ചക്ഷന്റെ ചാർജ് ഉണ്ടാവും, വേറെ ഓൾറെഡി നമുക്ക് അത്രയും ഡേയ്സ് തന്ന മെഡിസിൻസിന്റെ ചാർജ് ഉണ്ടാവും, പിന്നെ വേറെ ഏതെങ്കിലും അതർ എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്യുപ്മെന്റ്സിന്റെ ചാർജ് ഉണ്ടാവും. ഇപ്പൊ ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോ ഇൻക്ലൂഡ് അതും കൂടി ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഓരോ ചാർജസ് ആയിട്ട് ഇത്ര ഒരു എമൗണ്ട് അവർ ടോട്ടൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ അഡ്മിറ്റ് ചെയ്തൊരു പേഷ്യന്റിന് ടോട്ടലി ഇപ്പൊ ഒരു 10,000 രൂപയുടെ ബില്ല് വന്നതെന്ന് വിചാരിക്കുക. 10,000 രൂപ ബില്ല് വന്നു. ഓൾറെഡി ഈ വ്യക്തി ആ ഒരു പേഷ്യന്റിന്റെ പേരിൽ ഈ 1000 രൂപ കോഷ്യൻ ഡെപ്പോസിറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ ബിൽ പേയ്മെന്റ് ഒരു 10,000 രൂപയുടെ വന്നെങ്കിൽ ഓൾറെഡി നമ്മളൊരു 1000 രൂപയുടെ കോഷ്യൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ ബാലൻസ് 9,000 രൂപ അടച്ചാൽ മതി അവിടെ. ഇൻ കേസ് നമ്മളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും ഒരു തകരാറ് പറ്റി നമ്മളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് മൂലം എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? അവർ ഇതിൽ നിന്നും ഈടാക്കും. ഈ 1000 രൂപ നമ്മൾ കോഷ്യൻ ഡെപ്പോസിറ്റ് എടുത്തില്ലേ, അതിൽ നിന്നും എന്ത് ചെയ്യും? ആ ഒരു എന്തെങ്കിലും ഇപ്പോ വല്ല മെഷീൻസിന് വല്ല കംപ്ലൈന്റ് വന്നോ, നമ്മുടെ ഭാഗത്തു നിന്ന് കംപ്ലൈന്റ് ആണ് കേട്ടോ, പേഷ്യന്റിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന നമ്മളുടെ റൂമില് നമ്മളുടെ ഭാഗത്തു നിന്ന് വന്ന എന്തെങ്കിലും ഒരു പോരായ്മ അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ നഷ്ടപരിഹാരം എന്നൊക്കെ പറയില്ലേ നമ്മള്, അതുപോലെ ആ ഒരു കോഷ്യൻ ഡെപ്പോസിറ്റ് നിന്ന് അവർ ഈടാക്കും. അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 10,000 രൂപയുടെ ഓൾറെഡി ബില്ല് വരുന്നെങ്കിൽ 1000 രൂപ നമ്മൾ ഓൾറെഡി പേയ്മെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ബാക്കി വരുന്ന ബാലൻസ് ഒരു 9,000 രൂപ മാത്രം നമ്മൾ പിന്നെ പേയ്മെന്റ് ചെയ്താൽ മതിയാകും. ഇനി TPA എന്ന് ഉദ്ദേശിക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മള് ഇപ്പോ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കിടക്കുമ്പോൾ എന്താ പറയാ നമ്മളിപ്പോ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, ഓരോ ക്ലെയിമുകളൊക്കെ ഉണ്ടാവും. അപ്പോ ക്ലെയിമുകളിൽ പറയുന്നത് 24 hours ഒരു ദിവസം അഡ്മിറ്റ് ആയാൽ മാത്രമേ ആ ക്ലെയിം നമുക്ക് അനുവദിച്ച് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് പറയുക?
നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ആവുന്ന ആ പ്രൊസീജിയറുകൾ എല്ലാ ഫീസും കാര്യങ്ങളും ഈ ഇൻഷുറൻസ് വഴി നമുക്ക് എന്ത് ചെയ്യും, തിരികെ ലഭിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു TPA ഡെസ്ക് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇൻഷുറൻസിന്റെ ആ ഒരു സംഭവമാണ് TPA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോ എന്താണ് ക്ലെയിം ഉണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് ആ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അത്ര ദിവസത്തിൽ എത്ര പേയ്മെന്റ് നമുക്ക് എത്ര രൂപ ചെലവായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് തിരികെ ലഭിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡെപ്പോസിറ്റിലും എമൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകുകയാണ് കേട്ടോ. മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എഴുതുന്ന എക്സാം പോലെ തന്നെ എന്താ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ചെയ്യുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ് കേട്ടോ OPD വരുന്നത്. അതായത് ഔട്ട്ഡോർ പേഷ്യന്റ് ആണ് കേട്ടോ, മാറിപ്പോരുത് കേട്ടോ. ഔട്ട്ഡോർ പേഷ്യന്റ് എന്തൊക്കെയാണ് അവിടെ എക്സാമിനേഷൻ ചെയ്യണേന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എളുപ്പമാണ്. നമ്മള് നോർമലി ഹോസ്പിറ്റലിലൊക്കെ പോയ വ്യക്തികളായിരിക്കുമല്ലോ. എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോണേലേ, അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, മെഡിക്കൽ എക്സാമിനേഷൻ OPD എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, a detailed social and medical history of the patient is taken by physician and recorded. Patient's temperature, BP, pulse, respiration, etc. are recorded. അല്ലെ, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് പേഷ്യന്റ് ടേക്കൺ ബൈ ആരാണ്? ഫിസിഷ്യനെ നമ്മൾ പോയി കണ്ടു. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി കാര്യങ്ങളും ഇന്ന അസുഖം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലുമുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മളുടെ ഇപ്പോഴത്തെ അസുഖങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ എന്തൊക്കെയാണ് നമ്മളുടെ ബുദ്ധിമുട്ട് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ഫിസിഷ്യനായിട്ട് അത് എന്ത് ചെയ്യുക? അത് റെക്കോർഡ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയലില് അല്ലെങ്കിൽ എഴുതിയില്ലേ ഡോക്ടർ, അത് തന്നെയാണ് കേട്ടോ. ഇനി പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും അവിടെ? പേഷ്യൻസിന്റെ ടെമ്പറേച്ചർ നോക്കാറുണ്ട്, BP ചെക്ക് ചെയ്യും, പൾസ് നോക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? റെസ്പിറേഷൻ, നമ്മുടെ ശ്വാസ ആ പ്രശ്നം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഈ ഔട്ട്ഡോർ പേഷ്യന്റ് നമ്മൾ പോകുമ്പോൾ ചെക്ക് ചെയ്യാറില്ലേ? ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ചില ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ കാണുന്നതിന് മുൻപ് തന്നെ ഓൾറെഡി ടെമ്പറേച്ചർ നോക്കും, BP നോക്കും, പൾസ് ഒക്കെ നോക്കിയിട്ട് അവര് എന്താ പറയാ ഒരു ചാർട്ടിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ആ ഒരു പേപ്പറാണ് ഈ ഡോക്ടറിന് കൊടുക്കും. ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അതിനു വേണ്ടി സെപ്പറേറ്റ് ഡോക്ടേഴ്സിന്റെ റൂമിന്റെ പുറത്തായിട്ട് ഒരു 2-3 നേഴ്സസ് ഇരിക്കുന്നുണ്ടാവും ഇല്ലേ? അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട് മാം. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ചില ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയുണ്ട് പ്രൊസീജിയർ നടക്കുക. ഓൾറെഡി നമ്മള് ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണാനിരിക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ ആദ്യം അവര് ചെക്ക് ചെയ്തിട്ട് എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ അപ്പൊ ഈ ഡോക്ടറിന്റെ കയ്യിൽ ഓൾറെഡി ഈ അതിന്റെ ചെക്ക് ചെയ്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടറിന്റെ റൂമിലേക്ക് അവർ എത്തിച്ചു കാണും. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി, കാരണം പിന്നെ ചെന്നിട്ട് ഡോക്ടർ ഇതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. The necessary investigation such as X-ray, lab test is done to diagnosis to diseases and prescribe the treatment. അല്ലെ, അത് കൂടാതെ നെസസറി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാല് എന്താ അന്വേഷണങ്ങള്? X-ray എടുക്കും, ലാബ് ടെസ്റ്റുകൾ നടക്കും അല്ലെ. ചിലപ്പോ ലാബിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം റിസൾട്ട് ആയിട്ടായിരിക്കും ഡോക്ടറെ കാണുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയും ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് ഒന്നും കൂടി ഒന്ന് കാണിക്കണം എന്ന് പറയാറുണ്ട് നമ്മളോട് അല്ലെ, പേഷ്യൻസിനോട് പറയാറുണ്ടല്ലോ. ഇതൊക്കെ ആരെ സംബന്ധിച്ചിട്ടുള്ളതാണ്? ഔട്ട്ഡോർ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ X-ray, ലാബ് ടെസ്റ്റ് ഈസ് ഡൺ ടു ഡയഗ്നോസിസ്. അതായത് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം നിർണ്ണയിക്കുക. ആ ഒരു ടെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ആ ടെസ്റ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആൾക്ക് ഇന്നതായിരിക്കും അല്ലെങ്കിൽ ഇന്ന അസുഖമാണ് എന്ന് ഡോക്ടർ ഉറപ്പ് വരുത്തുക അല്ലെ. എന്നിട്ടായിരിക്കും അതിന്റെ ആ ഒരു പ്രിസ്ക്രൈബ് ട്രീറ്റ്മെന്റ് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തേർഡ് പോയിന്റ്, those who are admitted to the hospital for further investigation and treatment to the concerned ward on the advice of treating doctor. The ward is designed by staff at admission desk and entered in the case sheet. അല്ലെ, അതായത് ഒരു ഡോക്ടർ നമ്മൾ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യുന്നത് ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ട്രീറ്റ്മെന്റിന്റെയും ഇതുപോലെയുള്ള ടെസ്റ്റുകളും എല്ലാം ചെയ്തിട്ടാണ് കൺസേൺഡ് വാർഡിലോട്ട് അഡ്വൈസ് ചെയ്യുന്നത്. കൺസേൺഡ് വാർഡ് മീൻസ് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വാർഡുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പോ മെയിൽ വാർഡ് ഉണ്ടാവും, അവിടെ മെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഫീമെയിൽ വാർഡ് ഉണ്ട് അല്ലെ. പിന്നെ പറഞ്ഞ പോലെ കുട്ടികളുടെ വാർഡുകൾ ഉണ്ട്. അതുപോലെ സർജറി വാർഡ്, സർജറി കഴിഞ്ഞാൽ
വ്യക്തികളെയാണ് ഈ സർജറി വാർഡിലോട്ട് അങ്ങനെയുള്ള പേഷ്യൻസ് മാത്രമായിരിക്കും ആ വാർഡിൽ തുടർന്ന് പോകുന്നത്. അപ്പോ അതൊരു കൺസേൺ ചെയ്തിട്ട് ഏത് തരത്തിലുള്ള അഡ്വൈസ് ഡോക്ടറാണ് നിർദ്ദേശിക്കുന്നത്, ഏത് തരത്തിലുള്ള വാർഡിലോട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി വാർഡ് ഈസ് ഡിസൈഡ് ബൈ ദ സ്റ്റാഫ് അറ്റ് ദ അഡ്മിഷൻ ഡെസ്ക്. അവിടെ ഒരു അഡ്മിഷൻ ഡെസ്ക് ഉണ്ട്, അതായത് അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ പ്രോസസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളെ അല്ലെ, അവരായിരിക്കും ആ ഒരു കേസ് ഷീറ്റ് ഒക്കെ തയ്യാറാക്കുക. കേസ് ഷീറ്റ് മീൻസ് നമ്മളുടെ ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് ഇല്ലേ, നമ്മളുടെ റെക്കോർഡിങ്ങിലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്നതൊക്കെ ആരായിരിക്കും, അവരായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എളുപ്പമാണല്ലോ, നമ്മള് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ് അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ, അറിയാത്ത കാര്യങ്ങളായിട്ടൊന്നും ഇല്ല, കൂടുതൽ എക്സാമ്പിൾ ഒന്നും പറയണ്ട അല്ലെ. ഇനി ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. ട്രാൻസ്പോർട്ടിംഗ് അതായത് OPD എന്നുള്ള ഒരു സെക്ഷനിൽ നിന്നോ IPDയിലൊക്കെ പേഷ്യന്റ് വരികയാണ്. അപ്പോ വരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരാളൊന്ന് വായിക്കാമോ ഫസ്റ്റ് പോയിന്റ്? Clients who are not very ill and are able to walk are accompanied to ward by a nurse of attendant. ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? ക്ലയന്റ് who are not very ill and are able to walk are accompanied to ward by a nurse of attendant. അതായത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ക്ലയന്റ്സ് who are not very ill എന്ന് ഉദ്ദേശിക്കുന്നത് തീരെ അസുഖം അങ്ങനെ എന്താ പറയാ ക്രിട്ടിക്കൽ അല്ല അല്ലെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്ന ഒരു പേഷ്യൻസിന് എന്ത് ചെയ്യുക, ഇപ്പൊ നടക്കാനൊക്കെ ചിലപ്പോ ഒരു നേഴ്സിന്റെ സഹായത്തോടു കൂടി ഒരു അറ്റൻഡന്റിന്റെ സഹായത്തോടു കൂടിയൊക്കെ എന്ത് ചെയ്യുക, ആളെ ഒന്ന് നടത്തി അകത്തോട്ടൊക്കെ കയറ്റുക, ഒരു എന്താ പറയാ ഒരു സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് Wheelchair should be for those who are too sick, weak, not able to walk. നടക്കാനൊന്നും കഴിയാത്ത വീൽചെയറിൽ കൊണ്ടുപോകുന്നു. വീൽചെയർ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അത്രയും ശരിയായിട്ടുള്ളവർ ചിലപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യുക, നമ്മളെ വീൽചെയറിലൂടെയാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് Clients who are brought to hospital on ambulance should be carried to their respective wards on stretchers. ഓക്കെ, എന്താണ് അവിടെ പറയുക? ആംബുലൻസിൽ വരുന്ന ആംബുലൻസിലൊക്കെ വരുന്ന പേഷ്യൻസിന് വീൽചെയർസിൽ അവര് ഏത് വാർഡിലേക്കാണോ അതിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക. സഹായമായിട്ട് അല്ലെ സ്ട്രക്ചർ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ആംബുലൻസിൽ ഒരു ക്രിട്ടിക്കലായിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ആയിരിക്കുമല്ലോ, അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്യുക, സ്ട്രക്ചർ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഏത് സെക്ഷനിലോട്ടാണോ കൊണ്ടുപോകുന്നത്, എമർജൻസിയിലോട്ടാണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ലൈസിയിലോട്ടാണോ അങ്ങനെ ഏതിനകത്തോട്ടാണോ കൊണ്ടുപോകുന്നത് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സ്ട്രെച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. റിസീവ് സ്വീകരിക്കുക പേഷ്യന്റ് ബൈ ഒരു വാർഡ് സിസ്റ്റർ, ഒരു നേഴ്സ് ആണ് ഒരു സ്വീകരിക്കുക എന്ന് വെച്ചാല് ഒരു നേഴ്സ് ആണല്ലോ അകത്തേക്ക് കയറി സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ പേഷ്യന്റിനെ. ഓക്കെ, ഇനി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ്. ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ അല്ലെ? ഒരു നേഴ്സിൻ്റെതായിട്ടുള്ള ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ പേഷ്യന്റിനെ സംബന്ധിച്ച്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഡോക്ടർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേഴ്സിന് ഉത്തരവാദിത്തങ്ങൾ ഒത്തിരി ഉണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയാണെന്ന് ഓരോ ഇതായിട്ട് ഇവിടെ പറയുന്നത്. Prepare a clean and neat admission room with all the necessary items according to the needs of the patient. Next point, വായിച്ചോ. Prepare an appropriate type of bed with the adequate adjusted height of the bed. Okay, എന്താണ് അവിടെ പ്രിപ്പയർ റൂമിൽ പറയുന്നത്? മാഡം അതില് ഒന്നാമത്തെ പോയിന്റ് വന്നത് പ്രിപ്പയർ ക്ലീൻ ആൻഡ് നീറ്റ് അഡ്മിഷൻ. എന്താണ് അത്? ക്ലീൻ ആൻഡ് റൂമൊക്കെ എന്തെങ്കിലും ആയിരിക്കണ്ടേ? ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ ആ റൂം തന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആകുമ്പോൾ ആ റൂം ക്ലീൻ ചെയ്തിട്ട് മറ്റുള്ള പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുക?
prepare an appropriate type of bed with adequate adjusted height of the bed. പേഷ്യൻറ്റിൻ്റെ ഈ ബെഡ് നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വയ്ക്കും പറ്റും. ആ ബെഡിൻ്റെ അടിയിൽ ഒരു ഇതുണ്ട്, അത് പേഷ്യൻ്റ് ഇതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വയ്ക്കുക പേഷ്യൻ്റെ ഹൈറ്റിൻ്റെ ഇതനുസരിച്ച്. ചില പേഷ്യൻസിന് ഇപ്പൊ തലയൊക്കെ പൊക്കി വെച്ച് കിടക്കുക, അതൊക്കെ എനിക്ക് അവർക്ക് കംഫോർട്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു എന്താ ബെഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഈ നഴ്സസിനാണ്. അതിന്റെയൊക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് ഒരാൾ വായിക്കാമോ? വരെ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടായി? Identify self. വായിച്ചോളൂ. ഐഡന്റിഫൈ സെൽഫ്. Welcome patient and his family with a warm approach. Make the patient comfortable in bed and provide him with hospital clothes and ensure adequate privacy. Lessen anxiety or fear. And first point എന്ന് പറയുന്നത് വെൽക്കം പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് വാം അപ്രോച്ച്. അതായത് പേഷ്യൻസിനെയും അവരുടെ ഫാമിലിനെയും കൂടെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് പേഷ്യൻസിനെ നമ്മൾ റൂമിലേക്ക് എന്ത് ചെയ്യുക? ഒരു നല്ല രീതിയിലുള്ള സ്വാഗതം ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു അവർക്ക് കൂടെ ഒരു ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ അവര് നല്ലൊരു രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം ഒരു നഴ്സിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടുന്നത്. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? പിന്നെ പേഷ്യന്റിന് ആ ബെഡിൽ കംഫർട്ടബിൾ ആയിട്ട് നമ്മള് വിരിയൊക്കെ വിരിക്കില്ലേ, ഒരു പ്രൈവസി ക്ലോത്ത്സ്, അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ് പ്രൊവൈഡ് ചെയ്ത്. പിന്നെ അവരുടെ ഒരു ഉത്കണ്ഠയും പേടിയൊക്കെ ഉദ്ദേശിക്കുന്നതേ നമ്മളിപ്പോ അഡ്മിറ്റ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ ഇപ്പൊ ഒരാളെ ഡിസ്ചാർജ് ചെയ്തെങ്കിൽ ആ ഒരു ബെഡും ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി പില്ലോ കവറൊക്കെ മാറ്റി പുതിയൊരു ഇതൊക്കെയല്ലേ നമുക്ക് ഇട്ട് തരുന്നത്. നമ്മൾ വരുമ്പോ അവര് ചിലപ്പോ ആ ടൈമിലായിരിക്കും ചിലപ്പോ മാറ്റുന്നതും അല്ലെ. നമുക്ക് ക്ലീൻ ആയിട്ട് നെക്സ്റ്റ് പുതിയൊരു ബെഡും ബെഡ്ഷീറ്റും കാര്യങ്ങളും പില്ലോ കവറും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? അവരൊരു പേടിയിൽ മാറ്റാൻ വേണ്ടി, അതായത് മുമ്പത്തെ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുക ഒരു പേഷ്യന്റിന്റെ ഒപ്പം അല്ലെ. അതായത് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. രോഗമൊക്കെ മാറിക്കോളും, മെഡിസിൻ ഒക്കെ കഴിക്കുമ്പോൾ താനേ ശരിയാകും അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു രീതിയിൽ എന്ത് ചെയ്യുക? ഒരു സപ്പോർട്ടായിട്ട് കൊടുക്കുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ. ഇപ്പൊ 2 പോയിന്റാണ് പറഞ്ഞത്. പ്രിപ്പയർ റൂമിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ബെഡിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക. ഐഡന്റിഫൈ സെൽഫിൽ നമ്മൾ പറഞ്ഞു പേഷ്യന്റിന് നല്ല രീതിയിലൊരു വാം അപ്രോച്ചിലൂടെ സ്വീകരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ കംഫോർട്ട് ചെയ്യുക, ബെഡ് കംഫോർട്ട് ആക്കി കൊടുക്കുക. പിന്നെ എന്താ, അവരെ പേടിയിൽ നിന്നും വിമുക്തരാക്കുക അല്ലെ. അവരൊരു പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക. അവർക്ക് കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറുക അവരോട് അല്ലെ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓറിയന്റേഷൻ. ഓറിയന്റ് എന്ന് പറഞ്ഞാൽ ക്രമപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ. കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ക്രമപ്പെടുത്തുക എന്നുള്ളൊരു മീനിങ് ആണ് ഓറിയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചെറിയ കുഞ്ഞു പോയിന്റുകളാണ്. ഓക്കെ. പോയിന്റുകൾ കൂടെ നമുക്കിന്ന് ഒന്ന് പറയാം. ഓക്കെ. അടുത്ത ആളൊന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഫസ്റ്റ് ഒരു 4 പോയിന്റ് വായിച്ചോ. Orient patient, location of room boundaries, location, room boundaries, cloth storage, cold lighting. ഓക്കെ. ഒന്ന് പറയാമോ? ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? ലൊക്കേഷൻ ഓഫ് നഴ്സ് സ്റ്റേഷൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പറഞ്ഞില്ലേ ഒരു വാർഡിൽ ഇൻചാർജസ് ഒക്കെ ഉണ്ടാവുന്നത്, അതാണ് ഈ നഴ്സ് സ്റ്റേഷൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഒരു റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവരിയ്ക്കാറില്ലേ. വാർഡിന്റെ ഒരു അറ്റത്തായിരിക്കും ചിലപ്പോൾ ഒരു ചെറിയൊരു സ്പേസിൽ ഒരു റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ ഒരു കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. റൂം ബൗണ്ടറീസ്, ഒരു റൂമിന് ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു അതിനുള്ളിൽ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക അല്ലെ. പിന്നെ എന്താണ് പറയുക? ക്ലോത്ത് സ്റ്റോറേജ്, അതുപോലെ ഡ്രസ്സുകൾ അങ്ങനെ വെക്കാൻ ഒരു റൂമിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഡ്രസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളതും അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാം. ഈ കോൾ ലൈറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ
എന്താ പറയാ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ബെഡ് കൺട്രോള് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബെഡ് സീറ്റിന്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പേഷ്യൻസിന് ഹൈറ്റിലൊക്കെ വെക്കണം, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. സ്വിച്ചസ് ഒക്കെ ലൈറ്റിന്റെ സ്വിച്ചുകളൊക്കെ കറക്റ്റ് ആയിട്ട് കംഫോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ് ടെലിഫോൺ പോളിസി, ചിലപ്പോ വാർഡില് ഒരു ടെലിഫോണൊക്കെ ഉണ്ടാവും. നമ്മളുടെ അത്യാവശ്യത്തിന് എന്തെങ്കിലും കോളൊക്കെ ഇപ്പോ ഡോക്ടേഴ്സിനെ വിളിക്കണമെങ്കിലൊക്കെ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവർ തന്നെ ഡോക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ വിളിക്കും അല്ലെ. ഇനി TV കൺട്രോൾസ്, ചില റൂമുകളിലൊക്കെ TV ഉണ്ടാവും അല്ലെ. എല്ലാ ഹോസ്പിറ്റലിലും കാണണമെന്നില്ല, എന്നാലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല നിലയുള്ള ഒരു ഹോസ്പിറ്റലിലൊക്കെ എന്തുണ്ടാവും, TV കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ കൺട്രോൾസും കാര്യങ്ങളും. ഇനി മീൽ ടൈംസ്, ഫുഡിന്റെ ടൈംസ് കാര്യങ്ങളും ചില ഹോസ്പിറ്റലിൽ ഇത് ഫുഡ് ഓൾറെഡി അവിടെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് ഡീൽ ചെയ്ത് പോവുക. ഇനി വിസിറ്റിംഗ് അവേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, കറക്റ്റ് ആയിട്ട് എന്താ എപ്പോഴും ഏത് സമയത്തും ഒരു പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല അല്ലെ. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിസിറ്റിംഗ് അവേഴ്സ്, ഇപ്പൊ വൈകിട്ട് 4 മണി തുടങ്ങി 6 മണി വരെ സന്ദർശന സമയം എന്നൊക്കെ എന്താ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ആ ഒരു റൂമിന്റെ ഒക്കെ പുറകില് അല്ലെങ്കിൽ ഒരു വാർഡിലോട്ട് കയറുമ്പോൾ എഴുതി വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ല അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഡയറ്റ്, ചില പേഷ്യൻസിന് ഡയറ്റിനായിട്ടുള്ള ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാവും, ഫുഡ് ചാർട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടർ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് അതിനൊക്കെ ഒന്ന് പേഷ്യൻസിന്റെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റേസ് ഉണ്ടെങ്കിൽ ഈ സേഫ്റ്റി ആയിട്ടുള്ള മെഷറുകളും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇപ്പോ എന്താണ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഓക്കെ. ക്ലാസ്സിന്റെ ഇടയിൽ നമ്മളെ നിങ്ങൾ ഒരാള് ചിലപ്പോ ആ ഡിസ്റ്റർബൻസ് എല്ലാവർക്കും അത് ബാധിക്കും. ഓക്കെ, മ്യൂട്ട് ചെയ്തോട്ടോ. ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞു ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ്. ഡോക്ടേഴ്സിന്റെ വിസിറ്റിന് ഒരു ടൈം ഉണ്ട്. മിക്ക ഹോസ്പിറ്റലിൽ നമുക്കറിയാം രാവിലെ ഡോക്ടർ വന്നിട്ടൊരു ഡോക്ടേഴ്സ് റൗണ്ടിങ്ങിന്റെ ടൈം ഉണ്ടാവും അല്ലെ. അപ്പൊ ആ റൗണ്ടിന്റെ ടൈമിലാണ് സേഫ്റ്റി മെഷേഴ്സ് ഒന്ന് പറയോ, കേട്ടില്ല നേരത്തെ. സേഫ്റ്റി മെഷേഴ്സ് ഉദ്ദേശിക്കുന്നതേ, അതായത് ആ ഒരു റൂമിൽ നമുക്കൊരു സേഫ് വേണമല്ലോ. ഓരോ കാര്യങ്ങൾക്കും സ്പെയർ പാസ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോ ഈ വിൻഡോസിലൊക്കെ നമ്മള് എന്താണ് ഒരു നെറ്റ് ഒക്കെ ഇട്ട് കൊടുക്കൂലേ, ഇപ്പൊ കൊതുക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു റൂമിലെ അന്തരീക്ഷം നല്ല രീതിയിലാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ഡോക്ടർ വിസിറ്റിന്റെ, ഡോക്ടേഴ്സിന് ഇതുപോലെ റൗണ്ട് ഉണ്ടാവില്ല, ഡോക്ടേഴ്സ് റൗണ്ട്. ഒരു മോർണിംഗ് ഡോക്ടേഴ്സ് വന്നിട്ട് ചിലപ്പോ ഒരു റൗണ്ടിന് ശേഷം ഡോക്ടർ പേഷ്യൻസിനെ റൗണ്ട്സ് ചെയ്യില്ലേ നമ്മള്. ഓക്കെ, അപ്പൊ അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ടൈം ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുക ആ ടൈമൊക്കെ. ഓക്കെ, ഇനി ടെസ്റ്റസ് ആൻഡ് ഷെഡ്യൂൾസ്, ഇതുപോലെ ഓരോ ടെസ്റ്റസ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. ഇങ്ങനെ ടെസ്റ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താ ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക, ഈ നഴ്സസ് ആണ് ഇതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്. ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ ക്രമീകരണങ്ങളും, ആ ഒരു പേഷ്യന്റിന്റെ റൂമിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഉത്തരവാദിത്തം നേഴ്സിനാണ്. ചിലപ്പോൾ അതൊരു ഡോക്ടറേൽ കൂടുതൽ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു നഴ്സിന് തന്നെയാണ് അല്ലെ. ഡോക്ടറിന്റെ ഒരു ട്രീറ്റ്മെന്റിലാണ് ചികിത്സ നമുക്ക് കിട്ടുന്നതെങ്കിലും കൂടുതൽ ഓരോ രോഗിയുടെ ഒപ്പം നിന്നുകൊണ്ട് അല്ലെ, അവരുടെ ഒപ്പം തന്നെ മെഡിസിൻസ് കൊടുക്കാനായാലും, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടീവായിട്ടും അവരുടെ ഫാമിലിക്ക് സപ്പോർട്ടീവായിട്ടും എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്, നേഴ്സാണ് അല്ലെ. അപ്പൊ പൂർണ്ണ ഒരു ഉത്തരവാദിത്വം നേഴ്സിന് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓറിയന്റ് പേഷ്യന്റിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എന്താ പറയാ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഓക്കെ, ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു, ഇനി വേറെ അതർ ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് കേട്ടോ. മെഡിക്കൽ ഓർഡേഴ്സ് വരും ചിലപ്പോ, അതായത് മെഡിക്കൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡോക്ടർ പെട്ടെന്ന് എന്തെങ്കിലും ഇതുപോലെ ടെസ്റ്റുകൾ ചെയ്യാനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറയും. ട്രീറ്റ്മെന്റ്, ചികിത്സ, തുടർ ചികിത്സ, ലാബ് റിസൾട്ടുകൾ അല്ലെ. റിസൾട്ടുകളൊക്കെ നേഴ്സുമാർ പോയി വാങ്ങിക്കാറില്ലേ. ഇപ്പൊ നമ്മള് ഡോക്ടറിന്റെ അടുത്ത് ഇരിക്കുമ്പോ തന്നെ നേഴ്സ് ഓൾറെഡി പോയിട്ട് ലാബ് ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ വാങ്ങിച്ചിട്ട് വരും. അതുപോലെ തന്നെ ഡയറ്റിന്റെ ഡീറ്റെയിൽസും ചാർട്ടൊക്കെ ചിലപ്പോ ഡോക്ടറിന്റെ ആ ഒരു നിർദ്ദേശപ്രകാരം നേഴ്സസ് ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ബാക്കി വരുന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് നേഴ്സുകൾ തന്നെയായിരിക്കും, നേഴ്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു
നേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് എടുത്തത് വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. പേഷ്യന്റ് ആണ് നമ്മൾ പറഞ്ഞത്, അഡ്മിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ പർപ്പസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇത്രയും അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ഇച്ചിരി നേരത്തെ വൈൻഡപ്പ് ചെയ്യാനാണ്, ഒരു 5 മിനിറ്റോളം. പക്ഷെ നമ്മൾ നെക്സ്റ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റില്ല, കുറച്ചും കൂടി നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുവരെ എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് പഠിക്കാം കേട്ടോ. ക്ലാസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയാം കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും പോരായ്മകളോ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ അല്ലെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന്റെ നല്ലല്ലോ. ഏതാ? അന്ന് മോക്ക് ടെസ്റ്റിലിട്ട ക്വസ്റ്റ്യൻസ് അല്ലേ, അത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന്റെ അല്ലായിരുന്നല്ലോ. മോക്ക് ടെസ്റ്റ് കിട്ടിയത് അല്ലേ? ഓക്കെ ഓക്കെ, നമ്മളെ കഴിഞ്ഞ ഒരു ബാച്ചിലും അവരും പറഞ്ഞായിരുന്നു അതൊരു എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് മാറിപ്പോയതാണോ? അതാ വേറെ ഏതോ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് അല്ല. അല്ലല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാട്ടെ. നമ്മൾ ക്വസ്റ്റ്യൻ ഓൾറെഡി കൊടുക്കുകയാണ്. അത് നമുക്ക് ടെക്നിക്കൽ സെക്ഷനിലാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ കാഴ്ച തരുന്നത് കേട്ടോ. അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അത് പറഞ്ഞായിരുന്നു ഒരു പ്രോബ്ലം. നോക്കാട്ടോ, അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. ഇന്നലത്തെ പരീക്ഷയിൽ എത്ര മാർക്കുണ്ട് എല്ലാവർക്കും? അറ്റൻഡ് ചെയ്തിട്ടില്ല. എത്രയാണ്? 40. ഓ, 50. 50 ആരൊക്കെ ഉണ്ടോ? 15. യെസ്. ഓക്കെ ഓക്കെ, എനിക്ക് 12 മാർക്ക്. ഈ മിസ്സിന്റെ പേരെന്താ? റീസ മാം. ഫ്രീസ മാം. നെക്സ്റ്റ് മിസ് ഇന്നലെ ഏതായിരുന്നു ടെസ്റ്റ് ഉള്ളായിരുന്നേ? മിസ്സാണെന്ന് തോന്നുന്നു. ഇന്നലെ ബ്ലഡ് ബാങ്ക്. ലാസ്റ്റത്തെ ഘട്ടത്തിൽ പാടായിരുന്നു. ലാസ്റ്റത്തത് അതിനാണ് എനിക്ക് മാർക്ക് പോയത്.